ഹലോ മക്കളെ, ഏറ്റവും കൂടുതൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് അല്ലെ. പക്ഷെ ഈ ചാപ്റ്റർ ശരിക്കും വലിയ രീതിയിലൊന്നും പഠിക്കാനല്ലടാ, കുറച്ച് പ്രോബ്ലംസ് സെറ്റ് ആക്കണം. അതിൽ ഏത് പ്രോബ്ലം ആണ് ചോദിക്കുക, എന്തൊക്കെയാണ് ഈ ചാപ്റ്റർ ചോദിക്കുക എന്ന് കൃത്യമായിട്ട് സാറ് വളരെ കുറഞ്ഞ സമയം കൊണ്ടൊക്കെ പറഞ്ഞുതരാം. അത് മാത്രം പഠിച്ചാൽ മതി A+ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കാം. ആദ്യം മക്കളിതാ ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, യാന്ത്രിക ലാഭം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കണം അല്ലെ. L/E അല്ലെങ്കിൽ EA/LA എന്താണല്ലോ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. ഈ ഇക്വേഷൻ അവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. അതെന്തായാലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഉത്തോലകം അല്ലെങ്കിൽ ലിവർ എന്ന് പറഞ്ഞ ടോപ്പിക് അല്ലേ, അതിൽ എങ്ങനെ ചോദ്യം വരിക എന്നുള്ളത് സാറ് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് അതിന്റെ എക്സാമ്പിളുകളാണ് ചോദിക്കാം. ഫസ്റ്റ് ഓർഡർ ആണോ, സെക്കൻഡ് ഓർഡർ ആണോ, തേർഡ് ഓർഡർ ആണോ, അല്ലെങ്കിൽ തേർഡ് ഓർഡറിന് എക്സാമ്പിൾ പറയാ, സെക്കൻഡ് ഓർഡറിന് എക്സാമ്പിൾ പറയാ, ഫസ്റ്റ് ഓർഡറിന് എക്സാമ്പിൾ പറയാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം തരും. എന്നിട്ട് ഏത് ഓർഡർ ഓഫ് ലിവർ ആണ്, ഇങ്ങനെയാണ് ചോദ്യം വരുക. എക്സാക്ട്ലി ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ ലിവറിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, യാന്ത്രിക ലാഭം എത്രയാണെന്നുള്ള ചോദ്യം അതിന്റെ കൂട്ടത്തിൽ വരും. അപ്പൊ ലിവറിൽ നിങ്ങൾ ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. സെറ്റാണല്ലോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് പുള്ളീസ് അല്ലെങ്കിൽ കപ്പി. ഈ കപ്പിയിൽ തന്നെ രണ്ടെണ്ണം പഠിക്കണ്ടല്ലേ പുള്ളി. ഏതൊക്കെയാ? ഒന്ന് ഫിക്സ്ഡ് പുള്ളിയും രണ്ടാമത് മൂവബിൾ പുള്ളിയും അല്ലെ. അതായത് ഒന്ന് ഉറപ്പിച്ച കപ്പി, രണ്ട് ചലിക്കുന്ന കപ്പി. ഇതിൽ അധികം എന്താ വരിക എന്നറിയാം മക്കളെ? ഇങ്ങനെ ചിത്രം തരും. ഇങ്ങനെ കപ്പീന്റെ ചിത്രം, പുള്ളിയുടെ ചിത്രം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. എന്നിട്ട് അതിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, യാന്ത്രിക ലാഭമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും വരിക. മിക്കവാറും തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും. വലിയ രീതിയിൽ പ്രോബ്ലം ചെയ്ത് പോകാനുള്ള സാധനം ഉണ്ടാവില്ല. മിക്കവാറും ഒരു തിയറി ആയിരിക്കും, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ആലോചിച്ച് ആൻസർ പറയാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും. അതായിരിക്കും ഈ ഭാഗത്ത് നിന്ന് വരിക. അപ്പൊ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആലോചിച്ച് വെക്കണം. യാന്ത്രിക ലാഭം ഈ ഫിക്സഡ് പുള്ളിയാണെങ്കിൽ, ഉറപ്പിച്ച കപ്പിയാണെങ്കിൽ 1 ആണ്, ചലിക്കുന്ന കപ്പിയാണെങ്കിൽ, മൂവബിൾ പുള്ളിയാണെങ്കിൽ 2 ആണ് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ, ഉത്തോലക തത്വം പഠിച്ചു വെച്ചോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ മക്കൾ പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീൽ ആൻഡ് ആക്സിൽ. എടാ ചക്രവും അച്ചും ഇതൊക്കെ കുറെ പഠിക്കാനും ഒന്നും വിചാരിക്കേണ്ട. ഇതിലൊരു പ്രോബ്ലം ആയിരിക്കും വരിക. മിക്കവാറും 2 മാർക്കിന്റെ ചോദ്യമായിരിക്കും. ആ ചോദ്യം ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. അതായത് ഒരു വീലിന്റെ റേഡിയസ് ആരം തരും, അതുപോലെ തന്നെ അച്ചിന്റെ ആക്സിലിന്റെ റേഡിയസും തരും. എന്നിട്ട് നിങ്ങളോട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, യാന്ത്രിക ലാഭം കാണാൻ വേണ്ടി പറയും. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, യാന്ത്രിക ലാഭം കാണാനുള്ള സമവാക്യം R/R. വലിയ R എന്ന് പറഞ്ഞാല് റേഡിയസ് ഓഫ് ദി വീൽ അല്ലെങ്കിൽ ചക്രത്തിന്റെ ആരം. ചെറിയ R എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ചെറിയ R ആണ് മക്കളെ. ചെറിയ R എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ R എന്ന് പറഞ്ഞാല് റേഡിയസ് ഓഫ് ആക്സിൽ അല്ലെങ്കിൽ അച്ചിന്റെ ആരം. അപ്പൊ ഈ ഒരു സാധനം വെച്ചിട്ട് ഒരു പ്രോബ്ലം ഇങ്ങനെ തന്നെ ഒരു പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഓക്കെ. അതുപോലെ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഞാൻ ഉറപ്പിച്ചു പറയാണ് മക്കളെ. ഈ ഒരു ചോദ്യം ഇത് വെച്ചിട്ട് എന്താ വരിക അറിയാം മക്കളെ? ഇത് വെച്ചിട്ട് പ്രോബ്ലം L/H, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം എന്തായാലും എക്സാമിന് വരും. ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, യാന്ത്രിക ലാഭം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. L/H. L എന്ന് പറഞ്ഞാല് ചെരുവ് തലത്തിന്റെ നീളം അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ. H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ എന്താണ്? ചെരുവ് തലത്തിന്റെ ഉയരം. അപ്പൊ ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, യാന്ത്രിക ലാഭം കാണാനുള്ള ഇക്വേഷൻ മറന്നു വരുത്. L/H. സെറ്റാണ്? യെസ്. അപ്പോ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. ഓക്കെ. എക്സാക്ട്ലി ഇങ്ങനെ തന്നെയായിരിക്കും ചോദ്യം വരിക. ഈ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റാക്കി നോക്കി വെക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യും? ലൈവിൽ ഡിസ്കസ് ചെയ്യും. കൃത്യമായിട്ട് ലൈവിൽ ഇതിന്റെ ആൻസർ പറഞ്ഞുതരും. പ്രൊഡിക്ഷൻ ലൈവിന് ആരും മിസ്സാക്കരുത്. ഇന്ന് രാത്രിയുള്ള ലൈവ് ആരും ചെയ്യരുത്, മിസ്സാക്കാൻ പാടില്ല. ഓക്കെ. ഇനി അടുത്തത് വെഡ്ജ്. ഈ വെഡ്ജായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോബ്ലം വരാനുള്ള ചാൻസ് കുറവാണ്. ആപ്പായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലം വരാനുള്ള ചാൻസ് കുറവാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മതി. അതുപോലെ തന്നെ സ്ക്രൂ ജാക്കും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടേക്കാം. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നല്ല വൃത്തിയിൽ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ മക്കൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ SM ലവ് എന്നെന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ചാപ്റ്റർ മക്കൾക്ക് ഇതുപോലെ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യുക? ആ ചാപ്റ്ററിന്റെ പേര് കൂടി ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.